പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കേട്ടുകൊണ്ടാണ് ഇന്ന് ലോകം ഉണർന്നത്. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ ധാരണ എന്ന റിപ്പോർട്ടുകൾ വലിയ ആശ്വാസം നൽകുന്നതിനിടയിലാണ് ആശങ്ക ഉണർത്തിക്കൊണ്ട് ഇമ്രാൻഖാന്റെ കൊലപാതക വാർത്തയും ചിത്രവും വരുന്നത്. തെഹ്രീക്ക് ഇൻസാഫ് നേതാവായ ഇമ്രാൻഖാൻ അഡിയാല ജയിലിൽ വെച്ച് കൊല്ലപ്പെട്ടുവെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ പ്രചരണം നടന്നത്. മുറിവേറ്റ് അവശനായി കിടക്കുന്ന ഇമ്രാൻഖാന്റെ ചിത്രത്തോടൊപ്പമാണ് പ്രചരണം അഴിച്ചുവിട്ടിരിക്കുന്നത്. എന്നാൽ ഇത് സത്യമല്ലെന്ന് പാക് മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചു. പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ISI ജയിലിനുള്ളിൽ കൊലപ്പെടുത്തിയതായി അവകാശപ്പെടുന്ന ഒരു പോസ്റ്റാണ് വലിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. ജയിലിനുള്ളിൽ ഇമ്രാൻഖാനെ വിഷം നൽകി കൊലപ്പെടുത്തിയെന്നും അതല്ല മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്നുമാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഈ വ്യാജ വാർത്ത കൂടുതൽ വിശ്വാസയോഗ്യമാക്കുവാൻ പാകിസ്ഥാൻ സർക്കാർ പുറത്തിറക്കിയതാണെന്ന് അവകാശപ്പെടുന്ന ഒരു പത്രക്കുറിപ്പും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ മരിച്ചതായി അഗാധമായ ഖേദത്തോടെയും ഗൗരവത്തോടെയും സ്ഥിരീകരിക്കുന്നുവെന്ന് പറയുന്ന തരത്തിലുള്ളതാണ് ഒരു പത്രക്കുറിപ്പായി വന്നത്. സമഗ്രമായ അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിലാണ് സംഭവം നടന്നത് എന്നാണ് കുറിപ്പിൽ പറയുന്നത്. ഇത് വലിയ കോളിളക്കം സൃഷ്ടിച്ചതോടെ പാക് മാധ്യമങ്ങൾ വാർത്ത നിഷേധിക്കുകയും വ്യാജമാണെന്ന് അവകാശപ്പെടുകയും ചെയ്തു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ സർക്കാരോ ജയിലിൽ അധികൃതരോ ഔദ്യോഗിക സ്ഥിരീകരണമോ പ്രസ്താവനയോ കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തിറക്കിയിട്ടില്ല. 2013 ലാഹോറിലെ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ ഫോർക്ക് ലിഫ്റ്റിൽ നിന്ന് വീണ് പരിക്കേറ്റ ദൃശ്യങ്ങളാണ് ഇപ്പോഴത്തേത് എന്ന് പറഞ്ഞ് പ്രചരിക്കപ്പെടുന്നത്. 2022 അവിശ്വാസ പ്രമേയത്തിലൂടെയാണ് ഇമ്രാൻഖാന് പ്രധാനമന്ത്രി പദം നഷ്ടമായത്. അഴിമതി അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി 2023 ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്യുന്നത്. തോഷാഖാന കേസിൽ ഇമ്രാൻഖാന് 3 വർഷത്തെ തടവ് ലഭിച്ചു. പ്രധാനമന്ത്രിയായിരിക്കെ ലഭിച്ച വില കൂടിയ സമ്മാനങ്ങൾ സ്വന്തം നിലയ്ക്ക് വിറ്റ് പണമാക്കിയെന്നതാണ് ഇമ്രാന്റെ പേരിലുള്ള തോഷഖാന കേസ്. ഉന്നത പദവിയിലുള്ളവർക്ക് ലഭിക്കുന്ന സമ്മാനങ്ങൾ തോഷാഖാന എന്ന വകുപ്പിലേക്ക് കൈമാറണമെന്നാണ് ചട്ടം. അത് ലംഘിച്ചുവെന്ന് കോടതി കണ്ടെത്തിയതോടെയാണ് 3 വർഷം തടവ് ഇമ്രാൻഖാന് ലഭിച്ചത്. വിവാഹത്തിൽ മതനിയമ ലംഘനം നടത്തിയെന്നാണ് മറ്റൊരു കേസ്. ഇതിൽ ഇമ്രാൻഖാനും ഭാര്യ ബുഷ്ര ബീവിക്കും 7 വർഷം തടവും പിഴയും ശിക്ഷ ലഭിച്ചു. ഇമ്രാൻഖാന്റെ 3ാം ഭാര്യ ബുഷ്രയുടെ ആദ്യ ഭർത്താവ് ഖവാർ മെനേഖ നൽകിയ പരാതിയിലാണ് ഇരുവർക്കുമെതിരെ ശിക്ഷ വിധിച്ചത്. ഈ വർഷം തുടക്കത്തിൽ അൽ ഖാദിർ ട്രസ്റ്റ് അഴിമതി കേസിൽ ഇമ്രാൻഖാനെ 14 വർഷത്തേക്ക് കൂടി ശിക്ഷിച്ചു. അൽ ഖാദിർ സർവകലാശാല സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് പൊതുഖജനാവിന് 5000 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കി എന്നതാണ് കേസ്. എന്തായാലും എല്ലാം കൊണ്ടും ജയിലിൽപ്പെട്ടിരിക്കുന്ന ഇമ്രാൻഖാനെ കൊലപ്പെടുത്താനുള്ള നീക്കം ജയിലിന് പുറത്ത് നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല.